പണിക്കർ എൻ ശ്രീകുമാർ, ഇങ്ങനെ ഒരു റിയാലിറ്റി ഉള്ളതാണല്ലോ, അതാണല്ലോ ഈ ആത്മവിശ്വാസത്തിന് കാരണവും. അത് മാത്രമല്ല, ഇത്രയും ദീർഘമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആളും അർത്ഥവും രണ്ടും വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ പിന്നിലാണല്ലോ, പ്രത്യേകിച്ച് കോൺഗ്രസ്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെയൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, തെരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള അവർക്ക് തയ്യാറെടുപ്പുകൾ ഉണ്ട് അവരുടെ സംസ്ഥാനത്ത്. പക്ഷേ കോൺഗ്രസിന് ഈ രാജ്യവ്യാപക തെരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള ഈ മുൻപത്തേക്കാൾ ശുഷ്കമായ ഒരു അവസ്ഥയാണല്ലോ, സാമ്പത്തിക സ്ഥിതി പോലും പരിഗണിക്കുമ്പോൾ. അതാണ് ഞാൻ ആളും അർത്ഥവും എന്ന് പറഞ്ഞത്. അപ്പോൾ പൊതുവെ നോക്കുമ്പോൾ ക്ലിയർ എഡ്ജ് എൻ ഡി എക്ക് ഈ ഒരു സാഹചര്യത്തിലാണല്ലോ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മോദി ഗവൺമെന്റ് ഒരു ഗ്ലാമർ പൊളിറ്റിക്സ് ആണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗ്ലാമർ പൊളിറ്റിക്സിൽ നിർഭാഗ്യവശാൽ കമ്മ്യൂണിസ്റ്റ് നിരീക്ഷകരടക്കം വീണുപോകുന്നു എന്നുള്ളതാണ് BJPയുടെ വിജയം. കാരണം ടെലിവിഷൻ തുറന്നാൽ മുഴുവൻ പരസ്യങ്ങൾ, എവിടെയും മോദിയുടെ ആ ഒരു ആത്മവിശ്വാസം 400, 450, 500 എത്ര വേണമെങ്കിൽ കൂട്ടിക്കോ, കുഴപ്പമില്ല. അതുപോലെ തന്നെ അവർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ, ഈ നമ്മൾ കുറെ കാലമായി കേട്ടു തുടങ്ങുന്ന ഇന്ത്യ മുന്നണി ശിഥിലമാകാൻ പോകുന്ന പ്രചരണം, ഈ പ്രചരണത്തിലൊക്കെ പെട്ട് നമ്മുടെ പല നിരീക്ഷകരടക്കമുള്ളവർ അതിൽ വീഴുന്നു എന്നുള്ളത് അവരുടെ വിജയമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. പക്ഷെ ഇതുപോലെ തന്നെയായിരുന്നു 2004 ഇന്ത്യ ഷൈനിങ്, ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. അന്ന് ഏതാണ്ട് എൻ്റെ ഓർമ്മ കൃത്യമായിട്ട് എനിക്കറിയില്ല, 10-30 സർവേകൾ അത് ഇവർ തിരിച്ചു വരുമെന്ന് പറഞ്ഞു, BJP തിരിച്ചു വരുമെന്ന് പറഞ്ഞു. പക്ഷെ വന്നത് BJP അല്ല, കോൺഗ്രസ് ആണ്. അതവിടെ നിൽക്കട്ടെ, സർവേയുടെ കാര്യവും തെരഞ്ഞെടുപ്പിന്റെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഇന്ത്യ മുന്നണിയെ കുറിച്ചാണ് ചർച്ച. ഇവിടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് ആന്ധ്രാപ്രദേശത്തിൽ സഖ്യമുണ്ടാക്കി. ആ സഖ്യം എങ്ങനെ വന്നത്? AP സ്കിൽ ഡെവലപ്മെന്റ് സ്കാമിൽ എന്ന ഒരു അഴിമതി കേസിൽപ്പെട്ട് TDP നേതാവ് കിടന്നപ്പോൾ BJP കുറച്ചൊന്നും അറച്ചു നിന്നില്ലേ? എന്നിട്ട് അവിടുത്തെ ജനസേന നേതാവ് പവൻ കല്യാൺ അല്ലേ BJPയെ കൊണ്ടുവന്നത്? കാരണം ഇല്ലെങ്കിൽ അവിടെ തകർന്ന് തരിപ്പണമാവെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ആന്ധ്രാപ്രദേശ് പാക്കേജ് തങ്ങൾക്ക് വേണമെന്ന് TDP ആവശ്യപ്പെട്ടിട്ട് കൊടുത്തോ? ഇല്ലല്ലോ. അത് കൊടുക്കാത്തതുകൊണ്ട് TDPയിലെ കുറെ എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴും ആ സഖ്യം ഇപ്പോഴോടെ ശരിയായിട്ടില്ല. ഇന്ത്യ മുന്നണി പോലെ തന്നെയാണ് ആന്ധ്രാപ്രദേശത്തിലെ സഖ്യവും. പവൻ കല്യാണാണ് അതിന് മുൻകൈ എടുത്തത്, JS എന്ന ജനസേന എന്ന പാർട്ടി. അപ്പൊ അവർ നിൽക്കട്ടെ. വിശാഖപട്ടണ സ്റ്റീൽ പ്ലാന്റ് മറ്റേ സ്വകാര്യവൽക്കരിച്ചതിനെ കുറിച്ചുള്ള തർക്കങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ്. അവിടെ NDA മുന്നണിയാണ് അവിടെ ശക്തമെന്ന് പറയുന്നത്. കർണാടക, തെലങ്കാന, തമിഴ്നാട്, കേരള ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ദക്ഷിണേന്ത്യ ഏതാണ്ട് BJPക്ക് എത്ര ആത്മവിശ്വാസം കൊടുക്കുന്നു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്. പിന്നെ ഉത്തരേന്ത്യയിലേക്ക് നിങ്ങൾ പറയുന്നതല്ല ഞാൻ യോജിക്കുന്നു. ഉത്തർപ്രദേശും മധ്യപ്രദേശും ഗുജറാത്തും അവർക്ക് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ പഴയ കോൺഗ്രസ് BJP അല്ല മത്സരിക്കുന്നത്. ന്യായ് യാത്ര കഴിഞ്ഞുള്ള രാഹുൽ ഗാന്ധി നാളെ ന്യായ് യാത്ര അവസാനിക്കുകയാണ്. ആദ്യത്തെ ന്യായ് യാത്രയിലാണ് കർണാടകയും തെലങ്കാനയും കൂടെ പോയത്. ഇനിയുള്ള ന്യായ് യാത്രയിൽ സംസ്ഥാനങ്ങൾ കൂടെ പോകണ്ട, കുറച്ച് സീറ്റ് കൂടെ പോകുമോ? അത് മാത്രം മതി. ആ സീറ്റേ വിഷയമുള്ളൂ. നിങ്ങൾ നോക്കൂ, UPയിലെ അഖിലേഷ് യാദവും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഒരു അലയൻസ് ഉണ്ടാക്കി. നല്ല അലയൻസ് അല്ലേ ഇപ്പോൾ ഉള്ളത്? എത്ര വോട്ടിനാ BJP കഴിഞ്ഞ തവണ ജയിച്ചത്? 1000-500 വോട്ടുകൾക്കൊക്കെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. അവിടെ BSPയുമായിട്ട് സഹകരണം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുകയാണ് കോൺഗ്രസ്. അതുപോലെ തന്നെ ഒഡീഷയിൽ NDA സഖ്യം പൂർണ്ണമായോ? ബിജു ജനതാദളുമായിട്ട് സഖ്യം പൂർണ്ണമായോ? ക്ഷമിക്കണം, നവീൻ പട്നായിക്കുമായിട്ടുള്ള സഖ്യം പൂർണ്ണമായോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ പശ്ചിമ ബംഗാളിൽ നിങ്ങൾ പറയുമ്പോൾ എന്താണ്, മമതാ ബാനർജി എതിർത്ത് നിൽക്കുന്നത് ശരിയാണ്. പക്ഷെ മമതാ ബാനർജി ഇന്ത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കുകയും എന്താണ് നിതീഷ് കുമാർ, ബീഹാറിലെ നേതാവ് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി വിട്ടത്? കാരണക്കാരി മമതാ ബാനർജിയാ. എന്താ കാരണം? അവർ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയെ പ്രൈം മിനിസ്റ്ററായിട്ട് ഉയർത്തി കാണിച്ചു. അപ്പൊ ആ മമതാ ബാനർജിയുടെ പാർട്ടി ബംഗാൾ തൂത്തുവാരുകയാണെങ്കിലും അതെല്ലാം BJPക്കൊപ്പം നിൽക്കുമോ? കേരളത്തിലേക്ക് വരാം. കേരളത്തിലെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 2 സീറ്റാണ് ന്യൂസ് 8ന്റെ സർവേ പറയുന്നത്. ആയിക്കോട്ടെ, നിങ്ങൾ സർവേയിൽ അങ്ങനെ പറയുന്നു. ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ എന്താണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെയുള്ള ഇടത് കക്ഷികളും കാണിക്കുന്ന ആ ഒരു രാഷ്ട്രീയ മര്യാദയില്ലായ്മ ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ നാട്ടിൽ നിന്ന് അഭിപ്രായ സ്വരൂപകർ ഇല്ലാതായിരിക്കുന്നു. നിസ്സാര കാര്യമല്ലത്. നോക്കൂ, CPM രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ ഇന്ത്യയിലത്തെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ എതിർക്കുകയാണ് കേരളത്തിലെ LDF പുരോഗമന സഖ്യം. അവിടെ ആനി രാജ വന്ന് മത്സരിച്ചിട്ട് പറയാണ് ആ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പാടില്ല എന്ന്. രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് MP ആണ്, ആനി രാജയാണ് വന്നത്. അപ്പൊ സിറ്റിംഗ് MP മാറണമെന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? അവിടെ രാഹുൽ ഗാന്ധിക്കെതിരെ CPM പ്രചരണം നടത്തുമ്പോൾ CPM ആലോചിക്കേണ്ടത് ദേശീയാടിസ്ഥാനത്തിൽ
രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ മുന്നണിയുടെ നേതാവെന്ന്. പക്ഷെ ഈ കാര്യം ആ ചിന്ത തിരിച്ചും ഉണ്ടാവണ്ടേ? അപ്പോൾ ആ ചിന്ത തിരിച്ചും വേണ്ടതല്ലേ ശ്രീകുമാർ? അതെ, അതാണ് ഞാൻ പറഞ്ഞില്ലേ. അതായത് രാഹുൽ ഗാന്ധി സിറ്റിംഗ് എം പി ആണ്. അല്ല, അതാണെങ്കിൽ അപ്പോൾ കഴിഞ്ഞ തവണ ആലോചന വേണ്ടിയിരുന്നില്ലേ? വേണ്ട. കാരണം രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ എന്തുകൊണ്ടാണ് വന്നത്? AICC വിശദീകരിച്ചിരുന്നു. എന്താ വിശദീകരിച്ചത്? ആ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതിർന്ന പ്രവർത്തക സമിതി അംഗം AK ആന്റണിയാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? AICC തീരുമാനിച്ച കാര്യം ഇതാണ്: കർണാടക, കേരള, തമിഴ്നാട് അതിർത്തിയായി വരുന്ന വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു 3 സംസ്ഥാനങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ നിർത്തുന്നു. ഇതാണ് പറഞ്ഞത്. അല്ലെ അദ്ദേഹത്തിന് കന്യാകുമാരി നിൽക്കായിരുന്നല്ലോ. ഇത് AICC തീരുമാനമാണ്. ആ തീരുമാനം ഇപ്പോഴും മാറ്റമില്ല. ഇവിടെ സിറ്റിംഗ് MP വേറൊരാൾ വന്ന് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി വന്നിട്ട് സിറ്റിംഗ് MP മാറണമെന്നാ പറയാ. അത് രാഹുൽ ഗാന്ധി BJP പുറത്താക്കിയ, പാർലമെന്റിൽ പുറത്താക്കിയത്. എന്തിനാ പുറത്താക്കിയത്? അദാനിക്കെതിരെ ശബ്ദമുയർത്തിയതിന്. ആ രാഹുൽ ഗാന്ധി അദാനിക്കെതിരെയും ബൂർഷ്വാ ശക്തികൾക്കെതിരെയും പോരാടുന്നവരല്ലേ ഇടത് വലത് കമ്മ്യൂണിസ്റ്റുകൾ. അപ്പൊ അവർ പറയണ്ട, പോട്ടെ, അവർ LDFന്റെ ഭാഗമാണ്, ഇന്ത്യ മുന്നണി കേരളത്തിലില്ല. പക്ഷെ നമ്മുടെ അഭിപ്രായ സ്വരൂപകര്, പുരോഗമന ചിന്താഗതിക്കാര്, അതുപോലെ തന്നെ നമ്മുടെ ഫക്രുദ്ദീനെ പോലുള്ള നിഷ്പക്ഷ നിരീക്ഷകര്, ഇവരൊക്കെ എതിർക്കണ്ടേ? ഇവരെന്താ പറയാത്തത്? അവർ പറയുന്നില്ല. പിന്നെന്താണ് മറ്റുള്ള കാര്യങ്ങൾ? എന്താണ് നമ്മൾ നേരത്തെ നമ്മളുടെ ഷീത്ത് പണിക്ക് പറഞ്ഞല്ലോ, നമ്മളുടെ ആർട്ടിക്കിൾ 370, അതുപോലെ മുത്തലാഖ്, അതുപോലെ അയോധ്യ, ഇപ്പോൾ പൗരത്വ ഭേദഗതി. ഇതാണോ ഒരു മുന്നണി, ഒരു 10 വർഷം ഭരിച്ച ഒരു മുന്നണി, ഒരു BJP മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനങ്ങൾ? അരിയും പയറും പരിപ്പും ഗ്യാസിന്റെ വിലയും പെട്രോളിന്റെ വിലയും ഒക്കെ ചർച്ച ചെയ്യപ്പെടില്ലേ ഈ തെരഞ്ഞെടുപ്പില്? അവിടെയല്ലേ കോൺഗ്രസ് പുതിയ മുദ്രാവാക്യം കൊണ്ടുവന്ന് ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന കാലം ഓർമ്മയില്ലേ? ഇവിടെ മറ്റേ നരേന്ദ്രമോദി പറയുന്നത് എന്താണ്? ഈ കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. UPA ഗവൺമെന്റിന് ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്താന്ന് ചോദിച്ചാൽ കണ്ണടച്ചുത്തരം പറയും. 3 ഫ്ലാഗ്ഷിപ്പ് പദ്ധതി ഉണ്ട് UPA ഗവൺമെന്റിന്റെ. ഞാൻ കോൺഗ്രസ് ഗവൺമെന്റിനെ എതിർക്കുന്നില്ല, കോൺഗ്രസ് ഗവൺമെന്റിനെ കുറിച്ച് ഇവിടെ എടുക്കുന്നില്ല. പകരം ഞാൻ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിനെ എതിർക്കാണ്. ഭക്ഷ്യ സുരക്ഷ കൊണ്ടുവന്ന ആരാ? അതിന്റെ ഗുണമല്ലേ ഇവർ അനുഭവിക്കുന്നത്? അതുപോട്ടെ വിവരാവകാശ നിയമം കൊണ്ടുവന്ന ആരാ? ഇവരല്ലേ അനുഭവിക്കുന്നത്. അതും പോട്ടെ, നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, ഈ 3 ഫ്ലാഗ്ഷിപ്പ് പദ്ധതി UPAക്കുണ്ട്. 2014-ലും 2019-ലും അത് തള്ളിക്കളഞ്ഞതല്ലേ ജനം, എൻ ശ്രീകുമാർ? അതുകൊണ്ടാണല്ലോ 2 തവണ NDAക്ക് അധികാരത്തിലെത്തുവാൻ കഴിഞ്ഞത്. അപ്പോൾ 3ാം തവണ വരുമ്പോഴും അവർ ഈ 10 വർഷത്തെ നേട്ടങ്ങളാണ് എടുത്തു കാണിക്കുന്നത്. അവിടെയും UPA ഈ പഴയ 10 വർഷത്തെ കാര്യം പറയുമ്പോൾ അത് അംഗീകരിക്കുമോ എന്നുള്ളതാണ്. അതല്ലാതെ പുതിയ എന്ത് മുന്നോട്ട് വയ്ക്കുവാൻ കഴിയും എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇങ്ങനെ ഒരു